പിണറായി ഇനി മത്സരിക്കുമോ? കാരണം എം.എ. ബേബി പിണറായി വെട്ടിയതുപോലെ. അതെ, അങ്ങനെ വേണം നമുക്ക് കണക്കാക്കാൻ. അതായത് എം.എ. ബേബി ആയിരിക്കും ഇനി CPM-ൻ്റെ ഒരു മുഖ്യമന്ത്രി മുഖമായിട്ട് വരാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിന് പുറത്തുകൂടി വരുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. അതായത് പിണറായി വിജയന് പ്രായാധിക്യമുണ്ട്. ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, മറ്റ് പല ശാരീരിക പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു ടേം കൂടി അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എം.എ. ബേബിയെ കണ്ടപ്പോൾ ചോദിച്ചു പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന്. അതിനകത്ത് കൃത്യമായ മറുപടി എം.എ. ബേബി പറഞ്ഞിട്ടില്ല. എം.എ. ബേബി അതൊരു ഒഴുക്കൻ മട്ടിൽ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടതാണ് മുൻപ് കഴിഞ്ഞ തവണ, അതായത് VS സർക്കാരിന്, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത് VS-ൻ്റെ പിന്തുണയോടുകൂടിയാണ്. അതായത് VS-നെ കാണിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. മുന്നിൽ VS-നെ നിർത്തുന്നു, എന്നിട്ട് അതിനുശേഷം അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയാകുന്നത് പിണറായി വിജയനാണ്. VS അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്, ഒതുക്കി എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ആ സമയത്തുണ്ടായി. ഇപ്പോൾ മുഖ്യമന്ത്രിയും, അതായത് മുമ്പ് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, സാധാരണഗതിയിൽ പറയുന്ന പണ്ടുള്ളവർ, പഴുത്ത ഇല കൊഴിയുമ്പോൾ പച്ച ഇല ചിരിക്കും എന്ന് പറയുന്ന ഒരിതുണ്ട്. പക്ഷേ ആ ഇലയ്ക്കറിയില്ല അതും പഴുക്കുമെന്നും കൊഴിയുമെന്നും. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ പ്രായാധികമുണ്ട്. ഈ പറയുന്ന ഇനിയൊരു ടേം കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ വരുമ്പോൾ പിണറായി നയിക്കും, മുന്നിൽ നിന്നും നയിക്കും എന്നുള്ള രീതിയിൽ പാർട്ടി പോവുകയും പാർട്ടിയുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള എം.എ. ബേബി മുഖ്യമന്ത്രി ആവുകയും ചെയ്യാനാണ് സാധ്യത. പിണറായി വിജയൻ അല്ലാതെ ഈ പറയുന്ന CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കുന്ന 3 പേരാണുള്ളത്. ഒന്ന് എം.എ. ബേബിയാണ്, മറ്റൊന്ന് ഗോവിന്ദ മാസ്റ്ററാണ്, മൂന്നാമത്തെ A. വിജയരാഘവനാണ്. അപ്പോൾ എന്തായാലും A. വിജയരാഘവൻ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ മാസ്റ്റർ പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആവാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് അടുത്ത നറുക്ക് വീഴുകയെന്ന് ചോദിച്ചാൽ അത് എം.എ. ബേബിക്കാണ്. എം.എ. ബേബിയാകും മിക്കവാറും പാർട്ടിയുടെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്. അപ്പോൾ പിണറായിയെ തന്നെ കാണിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് പാർട്ടി അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയാവുക എം.എ. ബേബി ആയിരിക്കും. കാരണം പിണറായി വിജയനാണ് എം.എ. ബേബിയെ വെട്ടി ഒതുക്കി അങ്ങ് കേന്ദ്രത്തിലേക്ക് അയച്ചത്. ഇവിടുത്തെ ഒരു സാധ്യതകളും എം.എ. ബേബിക്ക് പിന്നീട് നൽകപ്പെട്ടില്ല എന്നുള്ളതാണ്. AK സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മളത് കണ്ടതാണ്. AK സെൻറ്ററിൻ്റെ പുതിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബേബി പുറകിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലായിടത്തും പിണറായി മാത്രമാണ് CPM എന്ന് പറഞ്ഞാൽ പിണറായിയാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എം.എ. ബേബിയെ അടുത്ത മുഖ്യമന്ത്രി ആകും, ഇല്ലെങ്കിൽ എം.എ. ബേബി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒന്നാമത് ക്രിസ്ത്യൻ മുഖം, അതുപോലെ തന്നെ പാർട്ടിയുടെ ഇപ്പോഴുള്ള ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നേതാവ്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, അതായത് സഭകളുടെയും ന്യൂനപക്ഷത്തിൻ്റെയും പിന്തുണ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമുദായത്തിൻ്റെ പിന്തുണ എം.എ. ബേബിക്ക് ഒരു സംശയവുമില്ലാതെ തന്നെ ലഭിക്കുകയും ചെയ്യും. ഇനി പിണറായിയുടെ നയങ്ങളാണോ എം.എ. ബേബിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പിണറായിയുടെ നേർവിപരീതമാണ്. പിണറായി എന്തിനെയൊക്കെ കൂടെ കൂട്ടുമോ അതിനെയെല്ലാം തള്ളിക്കളയുന്ന ആളായിരിക്കും എം.എ. ബേബി എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും തമ്മിൽ ഒന്നെടുത്ത് കമ്പയർ ചെയ്ത് നോക്കണം. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് രാജീവ് ഗാന്ധി ഒരിക്കലും അടുപ്പിക്കാതിരുന്ന നേതാക്കളായിരുന്നു. പിന്നീട് സോണിയാഗാന്ധി ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിയപ്പോൾ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, അതിലൊരാളായിരുന്നു പ്രണബ് മുഖർജി. അതും അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട് രാജീവ് ഗാന്ധി അടുപ്പിക്കാതിരുന്ന ആൾക്കാർ. അതുപോലെയാണ് എം.എ. ബേബിക്ക് ഏറ്റവും സമ്മതരായിട്ടുള്ള ആൾക്കാർ പിണറായിക്ക് ഒട്ടും സമ്മതരല്ലാത്ത ആൾക്കാരാണോ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശനാണ്. കഴിഞ്ഞ ദിവസം എം.എ. ബേബി പറഞ്ഞ ഒരു കാര്യമുണ്ട് വെള്ളാപ്പള്ളിയെ പറ്റിയിട്ട്. വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല. അതായത് വർഗീയത പറയുന്ന ആരെയും പാർട്ടി കൂടെ കൂട്ടില്ല, ഞങ്ങൾ കൂടെ കൂട്ടാറില്ല വർഗീയത പറയുന്ന ആരെയും. വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല, സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ തന്നെയാണ്. വെള്ളാപ്പള്ളി ആരുടെ കാറിലാണ് അയ്യപ്പ സംഗമത്തിലെത്തിയത്? പിണറായി വിജയൻ്റെ. അപ്പോൾ പിണറായി വിജയൻ ചേർത്ത് നിർത്തിയവരാരും തന്നെ എം.എ. ബേബി അമരത്തേക്ക് വന്നാൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാനാവും. അപ്പോൾ പാർട്ടിയുടെ നയവും സമീപനവും എല്ലാം ഇപ്പോൾ പിണറായി വിജയൻ്റെ രീതിയിൽ നയിക്കപ്പെടുന്നത് നേരെ മാറി ബേബിയുടെ ലൈനിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ടാവാൻ ഇടയില്ല. അപ്പോൾ പിണറായിയെ വെട്ടി എം.എ. ബേബി ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും എന്നുള്ളത് അധികം താമസിയാതെ നമുക്കറിയാൻ കഴിയും.
എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രി ഇനിയൊരു ടേമും കൂടെ പ്രായവും കൂടി വരികയാണ്, ഇനിയൊരു ടൈം കൂടി വരുമോ എന്നറിയില്ല. എന്തായാലും VS ഇരുന്നതുപോലെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ടൊന്നും പിണറായി വിജയൻ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനുള്ള അങ്ങനെ ഇരിക്കാനുള്ള മാറി നിൽക്കാൻ ഒന്ന് പൂർണ്ണമായി മാറി നിൽക്കും. പിണറായി നയിക്കുന്ന ഒരു രീതിയിലായിരിക്കും, പിണറായി തന്നെയായിരിക്കും ഒരു കമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ MA ബേബി ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് CPM-നകത്ത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. പതിയെ ഫേസ് ഔട്ട് ആവുന്ന പിണറായി വിജയനെ നമുക്ക് പിന്നീട് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ആ ഒരു ഘട്ടത്തിൽ അധികാരത്തിൻ്റെ സ്ഥാനത്തേക്ക് പിണറായി പിണറായി കൊണ്ടുവരികയല്ല, ബേബി എത്തിയാൽ അത് CPM-നകത്ത് വലിയൊരു പവർ ഷിഫ്റ്റ് ഉണ്ടാക്കും. ആ പവർ ഷിഫ്റ്റിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടും. അതായത് പിണറായി വിജയൻ കൊണ്ടുവന്ന സമയത്തെ പാർട്ടിയുടെ രീതി അറിയാമല്ലോ. പിണറായി വിജയൻ എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി ആകുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകുന്നത് ചടയൻ ഗോവിന്ദൻ മരിക്കുന്നതോടുകൂടിയാണ്. ചടയൻ ഗോവിന്ദൻ്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ അമരത്തേക്ക് പിണറായി വിജയൻ എത്തുന്നു. അത് ദീർഘകാലത്തേക്ക് തുടർന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് കോടിയേരിക്ക് വേണ്ടിയിട്ട് ആ സ്ഥാനം മാറുന്നു, ആ സ്ഥാനം കോടിയേരിക്ക് നൽകുന്നു. കോടിയേരി ആയിരുന്നു പിന്നെ ഒരു രണ്ടാം സ്ഥാനക്കാരൻ എന്ന് പറയാവുന്ന രീതിയിലുണ്ടായിരുന്നത്. കോടിയേരിയുടെ പെട്ടെന്നുള്ള ഒരു വിയോഗം ഉണ്ടായി. അതോടുകൂടി പിണറായിക്ക് ശേഷം കോടിയേരി എന്നുള്ള ഒരു കാര്യം അങ്ങ് മാഞ്ഞു പോയി. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് കോടിയേരി വന്നേനെ. എന്തായാലും കോടിയേരി മുഖ്യമന്ത്രിയായിട്ട് വന്നില്ല. പിന്നെ അതിനുള്ളൊരു സാധ്യത അതോടുകൂടി ഇല്ലാതായി പോയില്ല. പിന്നെ ഒരു നേതാവിൻ്റെ കോടിയേരി തീർത്ത ഒരു വാക്വമുണ്ട്, അവരൊരു നികത്തിയിട്ടില്ല ഇതുവരെ ആ വിടവ് എന്നുള്ളതാണ്. ആ വിടവ് നികത്താനാണ് MV ഗോവിന്ദൻ എത്തിയത്. MV ഗോവിന്ദനേക്കാൾ ശക്തനായിരുന്നു EP ജയരാജൻ. പക്ഷേ EP ജയരാജൻ പിണറായിക്ക് അത്രത്തോളം സമ്മതനല്ലാത്തത് കൊണ്ട് ഒരു ഘട്ടത്തിൽ വെച്ച് അല്ലാതെ ആയതാണ്. പിണറായി വിജയന് വേണ്ടി തല്ലുപിടിക്കാൻ വരെ പോയ ആളാണ്, അതും വിമാനത്തിൽ, ഇങ്ങനെ താഴെയൊന്നുമല്ല ആകാശത്ത്. അപ്പോൾ അങ്ങനെയുള്ള EP ജയരാജനാണ് വെട്ടിമാറ്റപ്പെട്ടത്, വെട്ടി ഒതുക്കപ്പെട്ടത്. അതിൻ്റെ എല്ലാം ഒരു അമർഷം EP പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ EP ഇനി അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത EP-ക്കായിരുന്നു. ഇതിപ്പോൾ മങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് MA ബേബിക്കാണ്. MA ബേബി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി മാറാനുള്ള, അതായത് സംസ്ഥാനത്തേക്ക് എടുത്തു കാണിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പാർട്ടി കൊണ്ടുവരാൻ സാധ്യതയുള്ളത് MA ബേബിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പവർ ഷിഫ്റ്റ് വലിയ മാറ്റങ്ങൾ CPM-നകത്ത് കൊണ്ടുവരും. അത് CPM-ന് ഗുണമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് CPM ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയായിരിക്കും ആ പൊസിഷൻ? ഒന്ന്, ന്യൂനപക്ഷ സമീപനത്തിൽ നിന്ന് ഒരു ഹിന്ദു ലേബലിലേക്ക് CPM എത്തിക്കൊണ്ടിരിക്കുന്ന CPM അതിൽ നിന്ന് ബേബിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കും, അവിടെ ഒരു മാറ്റം വരും. അത് ന്യൂനപക്ഷങ്ങളുമായിട്ട് അടുക്കുന്ന രീതിയിൽ, അതായത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴാണ്, സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടിയാണ് ക്രിസ്തീയ സഭകളുമായിട്ട് CPM ഇടയുന്നത്. ഓരോരോ ഘട്ടത്തിലും ഇടഞ്ഞും അടുത്തുമാണ് നിൽക്കുന്നെങ്കിലും ഒരു വ്യക്തമായ അകലം ഇപ്പോൾ CPM-ന് ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ സഭകളുമായിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, MA ബേബി വരികയാണെങ്കിൽ ആ അകലം ഇല്ലാതാവും, അത് കുറയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ഇടിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങളിൽ അകന്നു നിൽക്കുന്ന ഹിന്ദുക്കൾ കുറേ കൂടി CPM-നെ വിട്ടകലാനുള്ള സാധ്യത ഒരുങ്ങും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അകന്ന് മാറുകയാണെങ്കിൽ അത് CPM-ന് വലിയ തരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കും. മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം CPM-ഉമായിട്ടില്ല, അത് പൂർണ്ണമായിട്ടും ലീഗിനും കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്നു. ഇനി ആകപ്പാടെ അല്പം പ്രതീക്ഷയുള്ളത് ഹിന്ദു വിഭാഗത്തിലാണ്. ഹിന്ദുക്കളുടെ വോട്ട് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന അല്പമെങ്കിലും ബാക്കി നിൽക്കുന്ന ഹിന്ദുക്കൾ. അപ്പോൾ ഹിന്ദു കൺസോൾട്ടേഷനും കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഒടുവിൽ പിടിക്കാൻ കഴിയുന്ന, ബേബിക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ക്രിസ്തീയ സമൂഹമാണ്, സഭകളാണ്. അതുകൂടി CPM-ൻ്റെ പക്ഷത്തിപ്പോൾ ഇല്ലെങ്കിലും അത് വന്നുകൂടായികയില്ല ബേബി വരുമ്പോഴത്തേക്ക്. എന്തായാലും CPM-ൻ്റെ ഒരു അഴിച്ചുപണിയിലേക്ക്, CPM-ൻ്റെ മൊത്തത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക്, ദ്രുതഗതിയിലുള്ളൊരു മാറ്റത്തിലേക്കായിരിക്കും ബേബി വരുമ്പോൾ, അല്ലെങ്കിൽ ബേബി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് ഒരു വല്ലാത്ത നീക്കമായിരിക്കും എന്നുള്ളതാണ്, അതിൽ സംശയമില്ല. അത് വലിയ മാറ്റങ്ങൾ CPM-നകത്തുണ്ടാക്കും. അതൊരു പവർ ചേഞ്ച് എന്ന് പറയുമല്ലോ, അധികാര മാറ്റം, പറഞ്ഞ ശക്തിയുടെ മാറ്റം. ആ ശക്തി പിണറായി വിജയനിൽ നിന്ന് ബേബിയിലേക്ക് മാറും. പതിയെ പിണറായി വിജയൻ ആ ശക്തി കുറഞ്ഞു വരും. അത് ഒരു വല്ലാത്ത കാഴ്ചയായിരിക്കും കേരളം കാണാൻ പോകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പിണറായി ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ പിണറായി വിജയനെ കാണിച്ചായിരിക്കും CPM പ്രചാരണം നടത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക്
കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.